നമ്മുടെ സുഹൃത്തിന്റെ ഫാമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 7 വെറൈറ്റി ഗപ്പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ബ്രസീലിയൻ റെഡാണ്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എങ്ങനെയാലും വന്നു കഴിഞ്ഞാൽ 10-200 കുറയാത്ത ഗപ്പീസ് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ ലാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ തെറ്റില്ലാത്ത രീതിയിൽ ഒരു ഗപ്പി പർച്ചേസിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ കൂട്ടത്തിൽ ഒരു വെറൈറ്റി ആയിരുന്നു നമ്മുടെ യെല്ലോ ടാക്സി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റി ഉണ്ടല്ലോ, ഇതിൻ്റെ പ്രത്യേകം വെച്ചാൽ നമ്മൾ വൈറ്റ് ടെക്സിഡോ യെല്ലോ ടെക്സിഡോ എന്നൊക്കെ പറയുന്ന ആ ഒരു വെറൈറ്റിയുമായിട്ട് സാമ്യമുള്ള ഒരു ഐറ്റം തന്നെയാണ് യെല്ലോ ടാക്സി. നമ്മൾ ആദ്യമായിട്ടാണ് ആ സുഹൃത്തിൻ്റെ ഫാമിൽ ചെന്ന സമയത്താണ് ഈ ഒരു വെറൈറ്റി കണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി തന്നെയാണിത്. അപ്പോൾ നമുക്ക് പേരിലും ഒരു പുതുമുണ്ട്, അതുപോലെ തന്നെ കാണുന്നതിലും ഒരു പുതുമ ഉണ്ടായതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിയിട്ടാ. യെല്ലോ ടെക്സിഡോ വെറൈറ്റി ഗപ്പി അല്ലേ എന്ന് കുറേ സുഹൃത്തുക്കൾ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ആ കളർ പാറ്റേൺ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫാമിൽ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ഏകദേശം ഇതിലൊരു 4 ഫീമെയിലും പിന്നെ അതുപോലെ തന്നെ 3 മെയിലും അങ്ങനെ എന്തോ ഒരു ക്വാണ്ടിറ്റിയിലായിരുന്നു നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഏകദേശം 10 എണ്ണത്തിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നിന്ന് നമ്മുടെ ഫാമിൽ എത്തിയത്. പക്ഷേ ഇന്ന് ഏകദേശം ഒരു 3 മാസത്തോടടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഗപ്പികളെ വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂട്ടാൻ പറ്റും. അതിൻ്റെ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഇന്ന് 2021 മാർച്ച് 22 ആട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ടാങ്കിൽ ഫെബ്രുവരി ഏകദേശം 2ാമത്തെ ആഴ്ചയിലൊക്കെ ആയിട്ട് ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് 2 ബാച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ ഇപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ള സൈസിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണത്തിന് ഒന്ന് പിടിച്ചിട്ട് ഗ്ലാസ്സിലിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു മാസം വളർച്ച എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ. മെയിലും ഫീമെയിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ പറ്റും. ഇതിൻ്റെ തൊട്ട് പുറത്തെ ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിനകത്താണ് നമ്മുടെ ബ്രൂഡ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കേട്ടോ. ഇവന്മാരെ കാണാൻ കുറച്ച് പണിയാണ് കാണാൻ കിട്ടാൻ. ഒന്നാമത് ഇതിൽ നമ്മൾ തെർമോക്കോളിൻ്റെ ബോക്സാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ സിമെൻറ്റ് ഇട്ടിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെയാണ് വെള്ളം നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഫീലാണ് ടാങ്കിന് കാണാൻ പറ്റുന്നത്. ഒരു ഇരുണ്ടൊരവസ്ഥ ഉണ്ട്. അതിന് ഇവർ വന്ന് കാണാൻ കിട്ടാനുള്ള ഒരു ഇതുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കാര്യം പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ കണ്ടില്ലേ, ഇതിപ്പോൾ ഇന്നോ ഇന്നലെയായിട്ട് ഉപ്പ പിടിച്ചു വെച്ചുള്ള ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചുള്ള കുഞ്ഞുങ്ങളാട്ടാം. അപ്പോൾ പ്രൊഡക്ഷൻ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. വെറും ഒരു 3-4 ഫീമെയിൽ നിന്ന് ആണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതല്ലാതെ ഈ 3 മാസം കൊണ്ട് ഈ യെല്ലോ ടാക്സി നമ്മുടെ ഫാമിലെത്തിയിട്ടുള്ള 3 മാസം കൊണ്ടായിട്ടുള്ള പ്രൊഡക്ഷൻ വേറെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഇതിനകത്ത് മൊയിന ഫീഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള വെച്ചാൽ ഇതിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ വന്ന് നോക്കിയ സമയത്ത് ഇതാട്ടോ ഫീമെയിൽ ഇതിനകത്ത് പോകണം കേട്ടോ. ഈ സൈഡിൽ കൂടി പോകുന്നുണ്ട്. ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ധാരാളം നിൽക്കണം, ശ്രദ്ധിച്ചാൽ കണ്ടില്ല, ചെറിയ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ അധികം കഴിക്കണില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ എടുത്തിട്ടിട്ട് വേറെ ട്രേയിലേക്ക് മാറ്റിയിടാറാണ് പതിവ്. ഇവർ കുഞ്ഞുങ്ങളധികം കഴിക്കാത്തൊരൈറ്റാണ് യെല്ലോ ടാക്സി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ അത് മാത്രമല്ല നമ്മളിതിനകത്ത് പ്ലാന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുന്ന അറിയില്ല. കണ്ടില്ല, ഒരു ബ്രീഡിങ് കേജും വെച്ച് കൊടുക്കാതെയാണ് ഇത്രയും കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിനകത്തുനിന്ന് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതിനകത്ത് ഇനിയും കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ പാത്രത്തിൽ നിന്ന് വേറെ ഗപ്പി ട്രേയിലേക്ക് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ മാറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, അങ്ങനെ നമുക്ക് 60+ കുഞ്ഞുങ്ങളെ ഒരൊറ്റ ബ്രീഡിങ്ങിൽ വേണമെങ്കിൽ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയട്ടോ. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ളൊരു ക്വാണ്ടിറ്റി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എണ്ണീറ്റ് ഇതാ പുതിയൊരു ട്രയലേക്ക് മാറ്റിയിട്ടുണ്ട്. മാക്സിമം നമ്മൾ ഒരാഴ്ച വരെയൊക്കെ ഇതിനകത്ത് കീപ്പ് ചെയ്യുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിന് മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ വളർച്ചയിൽ ട്രേകളിൽ വളർച്ചയിൽ വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ ഇനി ഷെയർ ചെയ്യാൻ പോകട്ടോ. ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇതിൽ കിടക്കുന്ന ഗപ്പികൾ ജസ്റ്റ് നമുക്കൊന്ന് അക്വേറിയത്തിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ. എന്നിട്ട് വരെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇപ്പോൾ തന്നെ മാറ്റാനുണ്ട്. ഇത് ബ്രീഡായിട്ടുള്ള ഡേറ്റാണ് ഏകദേശം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത് 17/1, അതായത് 2/3 ഏകദേശം 2 മാസത്തോളം പ്രായമുള്ള ഗപ്പി കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് കണ്ടില്ലേ, ഈ ഒരു സൈസാണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ. ഇത് ട്രേകളിൽ കിടക്കുന്ന ഗപ്പിയാണ്. അതുപോലെ തന്നെ ട്രേകളിൽ കിടക്കുന്ന ഇതും നമ്മുടെ
യെല്ലോ ടാക്സി വെറൈറ്റിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമുക്ക് ഇവരെ ഇതൊക്കെ ഏകദേശം 2 മാസത്തോളം പ്രായമുള്ള വെറൈറ്റികളാണ്. ഇവർ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു അക്വറത്തിലേക്കോ ഗ്ലാസ്സിലേക്കോ നമുക്ക് ജസ്റ്റ് മാറ്റാം. നമ്മൾ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഏകദേശം ഫെബ്രുവരിയിൽ ബ്രീഡായിട്ടുള്ള ഏകദേശം 1 മാസത്തോളം പ്രായമുള്ള ഗപ്പി കുഞ്ഞുങ്ങളാണ് ഈ ടാങ്കിൽ കിടക്കുന്നത്. അപ്പോൾ ഇവർ നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റാൻ പോകണം. എന്നിട്ട് രണ്ടിനും വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക. കാരണം ഇത് എടുക്കുന്നത് കുറച്ചും കൂടി വലിയ സൈസായിട്ടുള്ള ഒന്നുകൂടി വലിയ സൈസ് ടാങ്കാണിത്. മറ്റേ ട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏകദേശം പകുതി സൈസൊക്കെ വരുള്ളൂ. ഇത്ര വെള്ളം കപ്പാസിറ്റി ഹൈറ്റ് കൊള്ളില്ല. അപ്പോൾ നമുക്ക് 2 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വളർച്ച ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ 2 ടാങ്കിൽ നിന്നായിട്ട് ഗപ്പി കുഞ്ഞുങ്ങളെ ഈ 2 ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ടാങ്കിലുള്ളതാണ് നമ്മുടെ ഫെബ്രുവരി മാസത്തിൽ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണിത്. തൊട്ടുപുറത്ത് ഈ കാണുന്നത് ജനുവരി മാസത്തിൽ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. 2 ടാങ്കിൽ, ഇപ്പോൾ ഇതിൽ ഈ ടാങ്കിലെ വെള്ളം തന്നെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ കളർ വ്യത്യാസം, വെള്ളത്തിൻ്റെ കളർ വ്യത്യാസമാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ ട്രേയിൽ നിന്ന് നമ്മൾ പുതിയ വെള്ളം എടുത്തിട്ട് അതിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. ഗപ്പി കുഞ്ഞുങ്ങളുടെ വളർച്ച വെച്ച് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാണ് ഒന്നും കൂടി ഭേദപ്പെട്ട സൈസിലേക്ക് എത്തിയിട്ടുള്ള ചിലത് ഇതിനകത്ത് കാണാനുണ്ട്. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചില ഗപ്പികളുണ്ടായിരിക്കും ബ്രീഡായി കഴിഞ്ഞാൽ ഷൂട്ടർമാരായിട്ടുള്ളവരുണ്ടായിരിക്കും, അവർ പെട്ടെന്ന് നല്ല സൈസിലേക്ക് എത്താറുണ്ട്. അതുകൊണ്ടും ബാക്കിയുള്ളവരാണെങ്കിലും ഭേദപ്പെട്ട സൈസിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിലത് സൈസിൽ കുറവ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ പോയി നിൽക്കുകയാണ്. ഈ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാം ഏകദേശം ഈക്വലായിട്ടുള്ള ഒരേപോലത്തെ സൈസിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ വലിയ പാത്രങ്ങളിൽ നമുക്ക് ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർച്ച പെട്ടെന്ന് കയറുന്നുള്ള ഒരു നിഗമനമാണ് നമുക്ക് എത്താൻ പറ്റുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ട്രേകളിൽ നിന്നുള്ള ഗപ്പി കുഞ്ഞുങ്ങളെ എണ്ണി എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് 17 എണ്ണം ആണ് കിട്ടിയത്, കുഞ്ഞുങ്ങളെ കിട്ടിയത്. ഏകദേശം 2 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണെന്നുള്ള കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഗ്രോത്ത് വ്യത്യാസം കൂടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് 17 എണ്ണം കിട്ടി, ഇതിൽ നിന്ന് 23 എണ്ണം കിട്ടി. അങ്ങനെ ടോട്ടൽ 40 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ ടാക്സി നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഇതിൽ നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇട്ട സമയത്ത് കേട്ടോ. അതായത് 28 എണ്ണം ഉണ്ട്. അതുപോലത്തെ ഇത് 19-ാം തീയതി, അതായത് ഇതും ഏകദേശം 2 മാസം ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. ഏകദേശം ഇതിനകത്ത് നമുക്ക് 28 കുഞ്ഞുങ്ങളെയും തിരിച്ച് കിട്ടുമെന്നുള്ള ടാസ്ക്കാണ് നമ്മുടെ മുമ്പിലുള്ള കേട്ടോ. കാരണം ചില സമയത്ത് മോർട്ടാലിറ്റി ഉണ്ടാവാറുണ്ട് ഈ ഗപ്പി കുഞ്ഞുങ്ങളിൽ. അപ്പോൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് നമുക്ക് കൗണ്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. അങ്ങനെ 28 എണ്ണം കുഞ്ഞുങ്ങളെ ഇതിൽ നിക്ഷേപിച്ചതെന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 23 എണ്ണാട്ടം കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ടാങ്കിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ടോട്ടൽ ഇപ്പോൾ എത്ര ഉള്ളത് കഴിഞ്ഞാൽ 17, 23, 40 40 + 23 ടോട്ടൽ 63 കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ട്രേകളിലോ മറ്റൊന്നിനും ഗപ്പി കുഞ്ഞുങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ഇതെന്താ വെച്ചാൽ നമുക്ക് തിരിച്ചെടുക്കുന്ന സമയത്ത് എത്രത്തോളം മോർട്ടാലിറ്റി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളത് പിന്നീടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെൻഷൻ ചെയ്യുന്ന സിസ്റ്റം കൂടി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന വളർച്ചയുടെ കാര്യങ്ങൾ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 63 കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 60+ കുഞ്ഞുങ്ങളെ പുതിയതായിട്ട് സെറ്റ് ചെയ്ത് കല്ലുപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുള്ള പുതിയ ഫ്രിഡ്ജ് ബോക്സ് അത് ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ഇറക്കി വിടാൻ പോട്ടാ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വെള്ളം, ടാങ്കിലെ വെള്ളം തന്നെ നമ്മൾ പതുക്കെ ഇതിനകത്തേക്ക് കയറ്റിയിട്ട് പിന്നെ തിരിച്ചങ്ങോട്ട് ഇറക്കി കൊടുക്കുക കേട്ടോ. ഈ ടാങ്കിൽ തന്നെ വെള്ളം കോരിയുള്ള വെള്ളത്തിലേക്കാണ് നമ്മൾ കുഞ്ഞുങ്ങൾ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ടെമ്പറേച്ചർ പുറത്തുനിന്ന് കൊണ്ടുവന്ന മീനല്ല, നമ്മുടെ ഫാമിലുള്ള മീനിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ലേ. അപ്പോൾ ടെമ്പറേച്ചറിൽ വലിയ വ്യത്യാസം കാണിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 60+ ഏകദേശം 64ഓളം കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വിട്ടുള്ളത് കേട്ടോ. യെല്ലോ ടാക്സി കുഞ്ഞുങ്ങളാണ് ഇറക്കി വിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു യെല്ലോ ടാക്സി ഗപ്പി കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് നല്ല രീതിയിൽ ഇനി വലിയ ടാങ്കിലേക്ക് മാറ്റിക്കൊണ്ട് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേറൊരു പരീക്ഷണം കൂടി നമ്മളിവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. യെല്ലോ ടാക്സിയിൽ നിന്ന് നമുക്ക് മുമ്പ് ഈ ഒരു 3 മാസത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടിയ കുഞ്ഞുങ്ങളുടെ കൗണ്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്, എഴുതി വെച്ചിട്ടുള്ളത്. ഇത് ഏകദേശം 25/2/2021 ബ്രീഡായിട്ടുള്ളതാണ്. ഏകദേശം 16 കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഇതിൽ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ആ 1 മാസത്തെ നമുക്കൊരു ആശ്വാസകരമാകുന്ന രീതിയിലുള്ളൊരു വളർച്ച ഒറ്റ നോട്ടത്തിൽ 1 മാസത്തെ കാണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഇവർ ഇനി വലിയ ടാങ്കിലേക്ക് മാറ്റണം. മാക്സിമം 1-2 ആഴ്ചയൊക്കെ നമ്മൾ ഈ ഒരു ട്രേകളിൽ ഇനിയിപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പോകണം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിഷുകളെ ഇതിൽ സീബ്ര ഉണ്ട് കേട്ടോ.
ഉണ്ടല്ലേ സീബ്രയുടെ കുഞ്ഞുങ്ങളാണ് നമ്മളെ ഫാമിൽ ബ്രീഡായി ഇറങ്ങിയിട്ട് കുഞ്ഞുങ്ങളാണിത്. അതുപോലെ സീബ്രയിലേക്കോ മറ്റൊക്കെ നമുക്കിത് ഈ ട്രാക്കുകൾ റീയൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും 16 കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഇതും നമ്മുടെ യെല്ലോ ടാക്സിയുടെ കുഞ്ഞുങ്ങൾ കീപ്പ് ചെയ്തിട്ടുള്ള ടാങ്കാണ്. അങ്ങനെ ഈ 2 ചെറിയ ട്രാക്കുകളിലായിട്ട് 16+16 32 കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൽ 2ലും കീപ്പ് ചെയ്തിട്ടുള്ളത് 17 വെച്ചിട്ടാണ് സെയിം ഡേറ്റിന് ബ്രീഡ് ആയിട്ടുള്ളത്. അതായത് അന്നത്തെ ബ്രീഡിങ്ങിൽ ടോട്ടൽ 60 സംതിങ് 32ഉം 34 64 കുഞ്ഞുങ്ങളായിട്ട് 66 കുഞ്ഞുങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സെറ്റപ്പിലാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്തും സെയിം ആയിട്ടുള്ള സംഭവം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സെപ്പറേറ്റ് ടാങ്കുകളിലേക്ക് മാറ്റാനുള്ള സംവിധാനം നോക്കണം. 1 മാസം പ്രായമായിട്ടുള്ളൂ. വേണമെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റും ചെയ്യട്ടാ. അപ്പോൾ ടോട്ടൽ ഇവിടെ ഈ ട്രാക്കുകളിൽ ഇനി കിടക്കുന്നത് ടോട്ടൽ 60 32 34 66 കുഞ്ഞുങ്ങൾ ഇവിടെ കിടക്കുന്നത്. അതായത് ഈ 3 മാസത്തിനുള്ളിൽ കിട്ടിയിട്ടുള്ളതാണ് ഈ 66 കുഞ്ഞുങ്ങൾ പ്ലസ് 64 120 130ഓളം കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം ഒരു 2 ഫീമെയിൽ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ഈ ടാങ്കിലിട്ടുണ്ടായിരുന്നത്. എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു 100 കൗണ്ടിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 200+ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നമ്മൾ നോക്കി. അതല്ലാതെ ഇന്ന് നമ്മൾ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെ ട്രയലേക്ക് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും കൂട്ടിയിട്ട് ഏകദേശം 300-നടുത്ത് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 3 മാസം കൊണ്ട് നമ്മുടെ ഫാമിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതും യെല്ലോ ടാക്സി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി. അതും ഏകദേശം ഒരു 3-4 ഫീമെയിൽ മാത്രം വെച്ചിട്ടാണ് ഇത്രയും കുഞ്ഞുങ്ങളെ നമുക്കൊരു 3 മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. ചില സമയത്തൊക്കെ നമ്മുടെ ഫാമിലേക്കാണെങ്കിൽ നമ്മൾ ചില ഗപ്പികളെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്നൊന്നും ബ്രീഡായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടാറില്ല. പിന്നെ ഇത് നമുക്കൊരു സുഹൃത്തിൻ്റെ കയ്യിൽ നമ്മൾ സാധനം വാങ്ങിയ സമയത്ത് തന്നെ ഏകദേശം ബ്രീഡിങ്ങിനൊക്കെ സെറ്റായിട്ടുള്ള ഫീമെയിൽസിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെയുള്ള ഫീമെയിൽസിനൊന്നും എടുക്കരുതെന്നാണ് നമുക്ക് സുഹൃത്തുക്കൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. എപ്പോഴും എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അഡൾട്ട് സൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ജൂനിയർ സൈസ് കയറിയിട്ടുള്ള ആ ഒരു സമയത്തുള്ള ഗപ്പികളെ വാങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ട്. അന്ന് നമ്മൾ ജസ്റ്റ് മൊത്തം ഒരു പർച്ചേസിങ് നടത്തിയ സമയത്ത് ആ കൂട്ടത്തിൽ കിട്ടിയതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഡേ ടു ഡേ ഇങ്ങനെ വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഗ്രോത്ത് വ്യത്യാസമാണെങ്കിലും നമ്മൾ കൗണ്ട് മെൻഷൻ ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാമിലുള്ള ഡേ ടു ഡേ അപ്ഡേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇത് കണ്ടിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ നമ്മളത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇനി വരുന്നവരാണെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും വീഡിയോ കണ്ടിട്ട് ആരും അനുകരിക്കരുത്. നമ്മളാണെങ്കിലും ഈ മേഖലയിലാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും പഠിച്ച് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു മേഖല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആണ് വലുത്. അപ്പോൾ നമുക്ക് മറ്റുള്ള ആളുകളിൽ നിന്നും കേട്ട് മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കുന്നതിലുപരി നമുക്ക് സ്വന്തമായിട്ട് അനുഭവിച്ചറിയുന്ന പല കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡേ ടു ഡേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല സുഹൃത്തുക്കളും മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ഈ വീഡിയോ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും മുമ്പ് 1 മാസം മുമ്പോ 2 മാസം മുമ്പൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിന് കണ്ടിന്യൂ ആയിട്ട് വരുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് ഇതും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടൊക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.